ഏഞ്ചൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇട്ടിരിക്കുന്ന ഒരു സാരിയാണ്. ഈ സാരി കൊണ്ട് ടോപ്പ് തയ്ക്കണം, പാൻറ് തയ്ക്കണം, പിന്നെ ഒരു കൊച്ചു ടോപ്പ് തയ്ക്കണം, കൊച്ചു പാൻറ് തയ്ക്കണം. അപ്പോൾ എത്രനൊക്കെ തികയുമെന്ന് നമുക്ക് നോക്കാവേ. ഞാൻ തുണിവെട്ടും പാചകവും ഒന്നിച്ച് നടത്താൻ പോവാണ്. ഇത് ഇഡലിക്ക് അടുപ്പ വെച്ചിട്ടുണ്ട്, അത് കോരി ഒഴിക്കാൻ പോവാണ്. എല്ലാം കൂടെ ഒന്നിച്ച് നടത്താൻ രാവിലെ അതേ നടക്കത്തുള്ളൂ. നമ്മുടെ ഇഡലി സമ്മന്തിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട, ഞാനിവിടെ ഈ സാരിയുടെ ഫ്രണ്ട് ഭാഗം ഇട്ടിട്ടുണ്ട്, ബാക്ക് ഭാഗം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ മുൻവശത്തേക്ക് തന്നെ എടുത്തത് വർക്കുള്ള ഭാഗം മാത്രമാണ് എടുത്തിരിക്കുന്നത്. പുറകിലേക്ക് നമ്മൾ വർക്കില്ലാത്ത പീസും എടുത്ത് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞതിന് പ്രകാരമാണ്. അവർ പറഞ്ഞ മുന്നിൽ മാത്രം വർക്ക് ഇട്ടാൽ മതി, പുറകിലെ പ്ലെയിൻ പീസ് ഇടാൻ. അങ്ങനെയാണ് ഞാൻ തുണി ഇട്ട് വെച്ചിരിക്കുന്നത്. കണ്ടോ? ഇനി നമുക്ക് ഇതിന്റെ മുകൾപോട്ട് ലൈനിങ് ഇടാം. ലൈനിങ് ഇട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് വരാം. അപ്പൊ ഈ തുണികൾ കട്ട് ചെയ്തുകൊണ്ട് വന്നു നമുക്ക് തയ്ച്ചു തുടങ്ങാം. അപ്പൊ അതുകൊണ്ട് ഈ ടോപ്പ് ഞാൻ തയ്ച്ചെടുത്തേ. ഈ ടോപ്പിന് ഞാൻ ഇറക്കം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാവേ. പിന്നെ ഇതിന്റെ കണ്ടോ, ഈ സാരിയിലുണ്ടായിരുന്ന ഈ ലേസ് ഉണ്ടല്ലോ, ഇതിന്റെ പകുതിയെ ഞാനിവിടെ വെച്ചിട്ടുള്ളൂ. പൂർണ്ണമായിട്ട് മുഴുവനായിട്ട് വെച്ചാലുണ്ടല്ലോ അതൊരു വൃത്തികേടായിട്ട് വരും. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ കഴുത്തിന് കൊടുത്തിട്ടുണ്ട് ആ പൈപ്പിങ്, പിന്നെ ഈ കൈകൾക്കും കൊടുത്തിട്ടുണ്ട് ഈ പൈപ്പിങ്. ഇനി ഇതാ നമുക്ക് അങ്ങോട്ട് മടക്കി വെക്കാവേ. ഈ പാൻറ്റിന് ആ ടോപ്പിന് ഇറക്കം കുറച്ച് കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ പാൻറ്റാണ് തയ്ക്കേണ്ടത്. നല്ല ലൂസിലും തയ്ക്കണം. പിന്നെ അതിന് ലൈനിങ് ഇടണം. കാരണം ഇതിനകത്ത് ലൈനിങ് ഉണ്ട്, അതുകൊണ്ട് അതിനകത്ത് ലൈനിങ് ഇടണം. വേണ്ടേ? അപ്പം ഇത്രയും ലൂസ് പാൻറ് വരുമ്പോഴത്തേക്ക് നമ്മൾ ടോപ്പിന് ഇറക്കം കുറച്ചാണ് വെക്കേണ്ടത്. പിന്നെ ഈ ഇലാസ്റ്റിക് ഇടണം. അപ്പം ഞാനത് കട്ട് ചെയ്തുകൊണ്ട് വരാം. അപ്പം തന്നെ ഞാൻ പാൻറ്റിന്റെ പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെത്ര ലൂസ് ഇടാൻ പറഞ്ഞു അത്രയും തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഓരോ പാൻറ്റിനൊരു കഷ്ണം ചേർക്കുമല്ലോ ഇവിടെ 16 ഇഞ്ച് താഴ്ചയല്ല, അത് ചേർക്കുന്നില്ല. കാരണം ഇത്രയും ലൂസ് ഉള്ളത് കൊണ്ട് അത് വെക്കുന്നില്ല. അതുമല്ല ഇവർ ഈ തന്നതിനും അതില്ലാതാനും, അപ്പോൾ അത് വെക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാനിത് തയ്ച്ചുകൊണ്ട് വരാമേ. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലൈനിങ് ഇടുമ്പോഴത്തേക്ക് എപ്പോഴും ഈ പടിയേക്കാളും 1 ഇഞ്ച് മുകളിലേ നിൽക്കാവുള്ളൂ, അല്ലാതെ ഇതിനൊപ്പത്തിനൊപ്പം വരരുത്. അതുകൊണ്ട് ഈ പാൻറ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. നല്ല ലൂസിലാണ് തയ്ച്ചിട്ടിരിക്കുന്നത്, ലൈനിങ് ഒക്കെ ഇട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് നാളെ തയ്ക്കാം. ഇനി ഒത്തിരി പണി കിടപ്പുണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.